പശ്ചിമഘട്ടത്തിലെ ആ നിബിഡ വനങ്ങൾക്കുള്ളിലൊരു പുണ്യപർവ്വതമുണ്ട്. ഉം, അവിടെ വിശ്വാസത്തിന് വലിയ അച്ചടക്കം വേണം, ഭക്തിക്ക് ത്യാഗവും. അതെ അതെ. ലക്ഷക്കണക്കിനാളുകളാണ് ഒരേയൊരു പാതയിലൂടെ നടന്നുപോകുന്നത്. സ്വന്തം വ്യക്തിത്വമൊക്കെ ഉപേക്ഷിച്ച് ഒരു സമർപ്പണത്തിൽ എല്ലാവരും തുല്യരാവുന്നു. ശരിയാണ്. അതൊരു സാധാരണ യാത്രയല്ല. അല്ലേ അല്ല, അതൊരു പരിവർത്തനമാണ്. ലക്ഷ്യസ്ഥാനത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം ആ യാത്രയ്ക്ക് തന്നെയാണ്. തീർച്ചയായും. ആ യാത്ര തുടങ്ങുന്നതെപ്പോഴാണ്? മല ചവിട്ടുന്നതിനും എത്രയോ ദിവസങ്ങൾക്ക് മുൻപാണെന്ന് കേട്ടിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഒരു 41 ദിവസം മുൻപ്. ഈ യാത്രയുടെ കാതല് തന്നെ തത്വമസി എന്ന വേദാന്തവാക്യമാണ്. തത്വമസി. അതായത് നമ്മൾ ആരെയാണോ തേടിപ്പോകുന്നത് അത് നമ്മൾ തന്നെയാണ് എന്നൊരു വലിയ ആശയമാണതിന് പിന്നിൽ. അതായത് ഈശ്വരൻ പുറത്തല്ല, നമ്മളിൽ തന്നെയാണെന്നാണോ? അതെ. ഓരോ തീർത്ഥാടകനെയും അത് ഓർമ്മിപ്പിക്കുന്ന ഒരു കഠിനമായ അനുഷ്ഠാനമാണ് ഈ യാത്ര. അതുകൊണ്ടാണ് തീർത്ഥാടകരെ സ്വാമി എന്ന് വിളിക്കുന്നതും ഭഗവാനെയും സ്വാമി എന്ന് വിളിക്കുന്നതും. അന്വേഷിക്കുന്നവനും അന്വേഷിക്കപ്പെടുന്നതും ഒന്നുതന്നെ. അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ സ്വാമിയായി മാറുന്ന ആ ഒരു വലിയ പരിവർത്തനം, അതിന്റെ തുടക്കം എങ്ങനെയാണ്? അത് ശാരീരികമായ ഒരു മാറ്റത്തിലാണോ അതോ മാനസികമായ ഒന്നിലാണോ തുടങ്ങുന്നത്? രണ്ടും ഒരുമിച്ചാണ് എന്ന് പറയാം. എല്ലാം തുടങ്ങുന്നത് മാലയിടുന്നതോടെയാണ്. മണ്ഡലവ്രതം. അതെ. തുളസിയിലോ രുദ്രാക്ഷത്തിലോ തീർത്ത ഒരു മാല ഒരു ഗുരുസ്വാമിയിൽ നിന്ന് സ്വീകരിക്കുന്ന ആ നിമിഷം മുതൽ ആ വ്യക്തിയുടെ ജീവിതം ശരിക്കും മാറുകയാണ്. വസ്ത്രധാരണത്തിലും മാറ്റം വരുമല്ലോ? ഓ, തീർച്ചയായും. കറുപ്പോ നീലയോ നിറത്തിലുള്ള ലളിതമായ വസ്ത്രങ്ങൾ ധരിക്കുന്നു. ലൗകികമായ അലങ്കാരങ്ങൾ, പിന്നെ പൊങ്ങച്ചം, മിഥ്യാഭിമാനം, അങ്ങനെയുള്ളതെല്ലാം ഉപേക്ഷിക്കുകയാണ്. ആ വസ്ത്രധാരണം തന്നെ ഒരു പ്രതീകമാണല്ലേ? എന്റെ തന്നെ അഹംഭാവത്തിൽ നിന്നും താൽക്കാലികമായി വിടവാങ്ങുന്നു എന്നതിന്റെ ഒരു പ്രഖ്യാപനമാണത്. അതായത് ഒരു തരത്തിൽ സ്വന്തം ഐഡന്റിറ്റി ഉപേക്ഷിക്കുകയാണ്. പക്ഷേ ഈ 41 ദിവസത്തെ വ്രതം ഇന്നത്തെ ഒരു തിരക്കേറിയ ജീവിതത്തിൽ സാധാരണ ജോലിക്കും കുടുംബത്തിനുമൊപ്പം ഇത്രയും കഠിനമായി അനുഷ്ഠിക്കുന്നത് അതെത്രത്തോളം പ്രായോഗികമാണ്? പലരും ഇതിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാറില്ലേ? അത് തീർത്ഥാടനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെ ബാധിക്കുമോ? വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. തീർച്ചയായും വെല്ലുവിളികളുണ്ട്. പക്ഷെ വ്രതത്തിന്റെ കാതൽ, അതിന്റെ നിയമങ്ങൾ അക്ഷരം പ്രതി പാലിക്കുന്നതിനേക്കാൾ ഉപരി അത് നമ്മളിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നത് എന്നതിലാണ്. ഉദാഹരണത്തിന്, ദിവസവും 2 നേരം, സൂര്യോദയത്തിന് മുൻപും ശേഷവും തണുത്ത വെള്ളത്തിൽ കുളി, പിന്നെ ബ്രഹ്മചര്യം, ലളിതമായ സസ്യാഹാരം, തറയിലുറങ്ങുക. ഇതെല്ലാം ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ശുദ്ധീകരിക്കാനും നിയന്ത്രിക്കാനും വേണ്ടിയുള്ളതാണ്. ഉള്ളി, വെളുത്തുള്ളി പോലുള്ള ഭക്ഷണങ്ങൾ പോലും ഒഴിവാക്കുമല്ലോ? അതെ. അത് തമോഗുണമുള്ള ഭക്ഷണങ്ങളായതുകൊണ്ടാണ്. മനസ്സിന്റെ ശാന്തതയ്ക്ക് വേണ്ടിയാണ് അതും ഒഴിവാക്കുന്നത്. അപ്പോ ഇതൊരു ശിക്ഷയല്ല, മറിച്ച് ഒരുതരം പരിശീലനമാണ്. തീർച്ചയായും. അതൊരു തയ്യാറെടുപ്പാണ്. കോപവും അഹംഭാവവും ഉപേക്ഷിച്ച്, സംസാരത്തിൽ മിതത്വം പാലിച്ച്, ചിന്തകളെ അച്ചടക്കത്തോടെ നിയന്ത്രിച്ച്, അങ്ങനെ ഓരോ തീർത്ഥാടകനും ആ മല കയറാൻ സ്വയം യോഗ്യനാവുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണവിളി. ആ ശരണവിളി അവരുടെ ഓരോ ശ്വാസത്തിലും നിറയുമ്പോൾ അവർ തങ്ങളുടെ വ്യക്തിപരമായ ദുഃഖങ്ങളും സന്തോഷങ്ങളുമൊക്കെ മറന്ന് ഒരു വലിയ ശക്തിയിൽ അഭയം തേടുകയാണ്. ഈ 41 ദിവസത്തെ ജീവിതം അയാളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും മനസ്സിനെ ഏകാഗ്രമാക്കാനും പഠിപ്പിക്കുന്നു. യാത്രയുടെ കാഠിന്യം താങ്ങാനുള്ള ഒരു കരുത്ത് നേടുകയാണ്. അതെ, മാനസികവും ശാരീരികവുമായ കരുത്ത്. ഈ 41 ദിവസത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം ആ വലിയ യാത്രയുടെ ഒരു ഭൗതികമായ തുടക്കം എങ്ങനെയാണ്? എന്താണ് ഒരു തീർത്ഥാടകൻ തന്നോടൊപ്പം മലയിലേക്ക് കൊണ്ടുപോകുന്നത്? യാത്ര തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് വീട്ടിലൊരു പ്രധാനപ്പെട്ട ചടങ്ങുണ്ട്. കെട്ടുനിറ. ഇരുമുടിക്കെട്ട്. അതെ, ഇരുമുടിക്കെട്ട് എന്നറിയപ്പെടുന്ന ഒരു തുണിസഞ്ചി തലയിൽ ഏന്തുന്നതോടെയാണ് തീർത്ഥാടനം പൂർണ്ണമാകുന്നത്. ഇതിന് 2 അറകളുണ്ട്. മുൻഭാഗത്തെ അറയിൽ, അതായത് മുൻമുടിയിൽ, ഭഗവാന് സമർപ്പിക്കാനുള്ള പൂജാദ്രവ്യങ്ങളാണ്. അതിലേറ്റവും പ്രധാനം നെയ്ത്തേങ്ങയാണ്. പിൻമുടിയിലോ? പിൻമുടിയിൽ തീർത്ഥാടകന്റെ യാത്രാവശ്യങ്ങൾക്കുള്ള അത്യാവശ്യ സാധനങ്ങളും. എന്തുകൊണ്ടാണ് ഇരുമുടിക്കെട്ടിന് ഇത്രയധികം പ്രാധാന്യം? ഇതൊരു സാധാരണ ബാഗ് അല്ലല്ലോ. ഒരിക്കലുമല്ല. ആ ഇരുമുടിക്കെട്ടില്ലാതെ 18 പടികൾ ചവിട്ടാൻ അനുവാദമില്ല. എന്തുകൊണ്ടെന്നാൽ ആ കെട്ടാണ് യാത്രയുടെ ആത്മാവ്. ആത്മാവോ? അതെ. അതിലെ നെയ്ത്തേങ്ങയുടെ സങ്കല്പം അത് വളരെ ആഴത്തിലുള്ളതാണ്. തേങ്ങ മനുഷ്യ ശരീരത്തെയും അതിനുള്ളിലെ നെയ്യ് ആത്മാവിനെയും പ്രതിനിധീകരിക്കുന്നു. ഓ.
41 ദിവസത്തെ കഠിനവ്രതത്തിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവിനെ, അതായത് ആ നെയ്യിനെ ഭഗവാനിൽ സമർപ്പിച്ച് ശരീരമാകുന്ന ഈ ഭൗതികമായ രൂപത്തിൽ നിന്ന് മോചനം നേടുന്നു എന്നതാണ് അതിൻ്റെ ഒരു പൊരുൾ. ശരിയാണ്. വർഷങ്ങൾക്കു മുൻപ് ഒരു ഗുരുസ്വാമി പറഞ്ഞതോർക്കുന്നു, ഈ കെട്ടു തലയിലേറ്റുന്നതോടെ നിന്റെ ഭാരമല്ല, ഭഗവാന്റെ ഭാരമാണ് നീ ചുമക്കുന്നത് എന്ന്. ആ ഒരൊറ്റ വാചകം മതി ആ യാത്രയുടെ കാഠിന്യം മറക്കാൻ. ആ ഇരുമുടിക്കെട്ടുമായി യാത്ര ആരംഭിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് മല കയറാൻ എളുപ്പവഴികളുണ്ടെങ്കിലും പരമ്പരാഗതമായ കാനനപാതയിലൂടെ, പെരുവഴിയിലൂടെയുള്ള യാത്രയ്ക്കാണ് കൂടുതൽ പ്രാധാന്യമെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ആ യാത്രയെ അത്ര സവിശേഷമാക്കുന്നത്? 61 കിലോമീറ്റർ ദൂരമുള്ള യാത്ര എരുമേലിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ ഓർമ്മയ്ക്കായി തീർത്ഥാടകർ പേട്ടതുള്ളൽ എന്ന ഒരു അനുഷ്ഠാന നൃത്തം നടത്തും. അയ്യപ്പൻ മഹിഷി എന്ന അസുരയെ നിഗ്രഹിച്ചതിന്റെ ആഘോഷം അല്ലേ? അതെ, ദേഹമാസകലം ചായങ്ങൾ പൂശി ആടിയും പാടിയും അവർ തന്നിലെ അഹംഭാവത്തിന്റെ അവസാന കണികയും അവിടെ ഉപേക്ഷിക്കുകയാണ്. എരുമേലിയിലെ വാവർ പള്ളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതൊരു മതസൗഹാർദ്ദത്തിന്റെ വലിയ പ്രതീകമാണല്ലോ. തീർച്ചയായും. എരുമേലിയിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് വാവർപ്പള്ളിയാണ്. അയ്യപ്പനും സൂഫി പുണ്യാളനായ വാവറും തമ്മിലുള്ളൊരു അഗാധമായ സൗഹൃദത്തിന്റെ പ്രതീകമായിട്ട് ഹൈന്ദവ തീർത്ഥാടകർ ഈ മുസ്ലിം പള്ളിയിൽ പ്രാർത്ഥിച്ച ശേഷമാണ് യാത്ര തുടരുന്നത്. അത്ഭുതം തന്നെ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു ആധുനിക കൂട്ടിച്ചേർക്കലല്ല, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളൊരു പാരമ്പര്യമാണിത്. ഇവിടെ പ്രാർത്ഥനകൾക്കപ്പുറം മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന് മതം ഒരു അതിർവരമ്പല്ല എന്ന വലിയ സന്ദേശം കൂടിയുണ്ട്. അവിടെ ജാതിയോ മതമോ ഇല്ല, എല്ലാവരും സ്വാമിമാരാണ്. അതെ. അവിടെ നിന്നും യാത്ര പിന്നെ കാടാണ്. പെരിയാർ കടുവാ സങ്കേതത്തിന്റെ ഹൃദയഭാഗത്തിലൂടെയാണ്. കല്ലും മുള്ളും നിറഞ്ഞ വഴി, നഗ്നപാതരായി നടക്കണം. അത് സങ്കൽപ്പിക്കാൻ പോലും പ്രയാസമാണ്. ആ യാത്ര ശരിക്കും പ്രകൃതിയുടെയും മനുഷ്യന്റെയും ഒരു സംഗമമാണ്. വഴിയില് അഴുത നദിയിൽ മുങ്ങി ഒരു കല്ലെടുത്ത് കല്ലിടുംകുന്നിൽ നിക്ഷേപിക്കും. മഹിഷിയുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തു എന്ന വിശ്വാസത്തിന്റെ ഭാഗമാണത്. ഓ. പിന്നീട് തീർത്ഥാടനത്തിലെ ഏറ്റവും കഠിനമായ ഭാഗം വരുന്നു, കരിമല കയറ്റം. പലരും തളർന്നു വീഴുന്ന ഏറ്റവും കഠിനമായ ഭാഗമെന്ന് കേട്ടിട്ടുണ്ട്. അതെ, 7 തട്ടുകളുള്ള ആ മല ശാരീരികവും മാനസികവുമായ എല്ലാ പരീക്ഷണങ്ങളും തീർത്ഥാടകന് നൽകും. പക്ഷേ അവിടെയാണ് ആ യാത്രയുടെ സൗന്ദര്യം. അതെങ്ങനെ? കരിമല കയറുമ്പോൾ തളർന്നുപോകുന്ന സഹയാത്രികരെ മറ്റുള്ളവർ താങ്ങിക്കൊണ്ട് ഒരുമിച്ച് ശരണം വിളിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ എന്ന വിളിയിൽ അവർക്കൊരു പുതിയ ഊർജം കിട്ടും. ഇവിടെയാണ് തത്വമസി എന്ന ആശയം നമ്മൾ ശരിക്കും അനുഭവിക്കുന്നത്. അത് നീയാകുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം. മുന്നോട്ടു പോകാൻ ബുദ്ധിമുട്ടുന്ന ആ സ്വാമി ഞാനാണ്, എനിക്ക് കിട്ടുന്ന സഹായം അയാൾക്കും അവകാശപ്പെട്ടതാണ് എന്നൊരു തിരിച്ചറിവ്. അവിടെ അഹംഭാവമില്ലാതാവുക മാത്രമല്ല, സഹാനുഭൂതിയുടെ ഏറ്റവും വലിയ പാഠം പഠിക്കുകയുമാണ്. നിങ്ങളുടെ പേരോ ജോലിയോ പദവിയോ ഒന്നും അവിടെ വിഷയമല്ല. എല്ലാവരും പരസ്പരം സഹായിക്കുന്ന സ്വാമിമാർ മാത്രം. അത് സങ്കൽപ്പിക്കാൻ പോലും പ്രയാസമുണ്ട്. സ്വന്തം ക്ഷീണം മറന്ന് മറ്റൊരാളെ സഹായിക്കാൻ തോന്നുന്ന ആ ഒരു മാനസികാവസ്ഥ, ആ യാത്ര മനുഷ്യരെ എത്രമാത്രം മാറ്റുന്നുണ്ടാവും. കരിമല ഇറങ്ങിച്ചെല്ലുന്നത് പമ്പാനദിയുടെ തീരത്തേക്കാണല്ലോ. അതെ, ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന പുണ്യനദിയായ പമ്പ. കഠിനമായ യാത്രയുടെ ക്ഷീണമെല്ലാം ആ തണുത്ത വെള്ളത്തിൽ മുങ്ങുമ്പോൾ അങ്ങില്ലാതാവും. അവിടെയും ചില ചടങ്ങുകളുണ്ടല്ലോ. ഉണ്ട്. പമ്പയിൽ മുങ്ങി പാപങ്ങൾ കഴുകിക്കളഞ്ഞ് പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തി പുണ്യം നേടി അവസാന മലകയറ്റത്തിന് തയ്യാറെടുക്കുന്നു. ഈ യാത്രയിലെ ഓരോ ഘട്ടത്തിനും ഓരോ അർത്ഥമുണ്ട്. ഉദാഹരണത്തിന് ശരംകുത്തി. അതെ, ആദ്യമായി മല ചവിട്ടുന്ന കന്നി അയ്യപ്പന്മാർ ശരംകുത്തി എന്ന സ്ഥലത്ത് തങ്ങൾ കൊണ്ടുവന്ന അമ്പ് നിക്ഷേപിക്കും. അയ്യപ്പൻ മഹിഷിയെ വധിച്ച ദൗത്യം പൂർത്തിയായി എന്നറിയിക്കുന്നതിന്റെ പ്രതീകമാണത്. ഓരോ ചുവടും ഓരോ അനുഷ്ഠാനമാണ്. അങ്ങനെ മണിക്കൂറുകളുടെ, ചിലപ്പോൾ ദിവസങ്ങളുടെ കഠിനമായ യാത്രയ്ക്ക് ശേഷം ഒടുവിൽ ആ പുണ്യനിമിഷം വന്നെത്തുന്നു. ദൂരെ നിന്ന് സന്നിധാനത്തിന്റെ വെളിച്ചം കാണാം. സ്വർണം പൊതിഞ്ഞ ആ 18 പടികൾ. അത് കയറുന്ന നിമിഷത്തിനായിട്ടാണ് ഈ 41 ദിവസത്തെ കാത്തിരിപ്പ്. ആ 18 പടികൾ, അത് വെറുമൊരു കവാടമല്ല. മനുഷ്യൻ ദൈവികതയിലേക്ക് കടക്കുന്നതിനു മുൻപ് കീഴടങ്ങേണ്ട 18 തത്വങ്ങളെയാണത് പ്രതിനിധീകരിക്കുന്നത്. 18 തത്വങ്ങളോ? അതെ, അതിന് വ്യക്തമായൊരു ഘടനയുണ്ട്. ആദ്യത്തെ 5 പടികൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്.
കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം. ഈ യാത്രയിൽ നമ്മൾ ഇവയെ നിയന്ത്രിക്കാൻ പഠിച്ചു കഴിഞ്ഞു. ശരിയാണ്. ലളിതമായ ഭക്ഷണം, ലളിതമായ കാഴ്ചകൾ. അടുത്ത 8 പടികളോ? അടുത്ത 8 പടികൾ മനുഷ്യന്റെ ഉള്ളിലെ ശത്രുക്കളായ അഷ്ടരാഗങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, അഹംഭാവം, അസൂയ. ഈ 8 വികാരങ്ങളെയും നാം ജയിച്ചിരിക്കണം. വ്രതത്തിലൂടെ ഒരു പരിധിവരെ അത് സാധിക്കുമല്ലോ. തീർച്ചയായും. അതിനുശേഷമുള്ള 3 പടികൾ പ്രകൃതിയുടെ ത്രിഗുണങ്ങളെയാണ്. സത്വം, അതായത് നന്മ; രജസ്, അതായത് ആസക്തി; പിന്നെ തമസ്, അലസത. ഈ 3 ഗുണങ്ങളുടെയും ഒരു സന്തുലിതാവസ്ഥയാണ് ജീവിതത്തിനാവശ്യം. അപ്പോ നമ്മൾ ഇന്ദ്രിയങ്ങളെയും വികാരങ്ങളെയും പ്രകൃതിയുടെ ഗുണങ്ങളെയും നിയന്ത്രിച്ചു. അതിനുശേഷവും കീഴടക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? അവസാനത്തെ 2 പടികൾ. ഉണ്ട്. അവസാനത്തെ 2 പടികൾ വിദ്യയും, അതായത് അറിവും, അവിദ്യയും, അതായത് അജ്ഞതയുമാണ്. ഒരു മിനിറ്റ്. അജ്ഞത ഒരു തടസ്സമാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ അറിവെങ്ങനെയാണ് ഒരു തടസ്സമാകുന്നത്? അത് എനിക്കത്ര വ്യക്തമായില്ല. നല്ല ചോദ്യം. ശരിക്കും പറഞ്ഞാൽ എനിക്കെല്ലാം അറിയാം എന്നൊരു ഭാവമുണ്ടല്ലോ. ആ അറിവിലുള്ള അഹംഭാവം അത് പരമമായ സത്യമറിയുന്നതിന് ഒരു തടസ്സമാണ്. അതുകൊണ്ട് അജ്ഞതയെ മാത്രമല്ല, അറിവിന്റെ അഹന്തയെയും ഉപേക്ഷിക്കണം. ഓ, ഇപ്പോഴാണ് വ്യക്തമായത്. ഈ 18 പടികൾ ഒന്നൊന്നായി കയറുമ്പോൾ തീർത്ഥാടകൻ തന്റെ ലൗകികമായ ഭാവങ്ങളെല്ലാം ആ പടികളിൽ ഉപേക്ഷിച്ച് പൂർണ്ണമായും ശുദ്ധനായി ഭഗവാന്റെ മുന്നിലെത്തുന്നു. അവിടെ വെച്ച് ആ യാത്രയുടെ തുടക്കത്തിൽ പറഞ്ഞ തത്വമസി എന്ന പരമമായ സത്യം അവൻ തിരിച്ചറിയുന്നു. അതെ. ആ 18 പടികളും കയറി സന്നിധാനത്ത് യോഗനിദ്രയിലുള്ള ഭഗവാനെ ഒരു നോക്ക് കാണുന്ന ആ നിമിഷം, അത് വാക്കുകൾക്കതീതമായിരിക്കും. മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് കിട്ടുന്ന ആ ദർശനം ചിലപ്പോൾ നിമിഷങ്ങൾ മാത്രം നീളുന്നതായിരിക്കാം. പക്ഷേ അതിന്റെ സ്വാധീനം ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കും. തീർച്ചയായും. വന്ന നെയ്ത്തേങ്ങയിലെ നെയ്യ് ഭഗവാന്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നതോടെ ആ 41 ദിവസത്തെ വ്രതം പൂർത്തിയാകുന്നു. ആത്മാവിനെ പരമാത്മാവിൽ ലയിപ്പിക്കുന്നതിന്റെ പ്രതീകമാണത്. പക്ഷേ ദർശനത്തിനു ശേഷവും അവിടെയെല്ലാം അവസാനിക്കുന്നില്ല, അല്ലേ? ഇല്ല. എല്ലാ ദിവസവും രാത്രി നടയടക്കുന്നതിനു മുൻപ് ഒരു ഗാനം കേൾപ്പിക്കും. ഹരിവരാസനം. ഭഗവാനുള്ള ഉറക്കുപാട്ടാണത്. ആ ഗാനം കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കും. സന്നിധാനത്തെ ആ അന്തരീക്ഷത്തിൽ അത് കേൾക്കുന്നത് ഒരു പ്രത്യേക അനുഭവമായിരിക്കും, അല്ലേ? അതെ. യേശുദാസിന്റെ ശബ്ദത്തിൽ ആ ഗാനം സന്നിധാനത്ത് മുഴങ്ങുമ്പോൾ അവിടെയുള്ള ഓരോ വിളക്കുകളായി അണച്ച് ശ്രീകോവിൽ പൂർണ്ണമായും ഇരുട്ടിലാകും. ആ നിശബ്ദതയിൽ ആ ഗാനം മാത്രം കേട്ടുനിൽക്കുന്നത് ഒരു തീർത്ഥാടകന്റെ ജീവിതത്തിലെ ഏറ്റവും വികാരനിർഭരമായ നിമിഷങ്ങളിലൊന്നാണ്. ലോകത്തിലെ എല്ലാ ദുഃഖങ്ങളും മറക്കുന്ന ഒരു നിമിഷം. അതെ. യാത്രയുടെ എല്ലാ കഷ്ടപ്പാടുകളും ആ ഒരൊറ്റ നിമിഷത്തിൽ അലിഞ്ഞില്ലാതാകും. മലയിറങ്ങുമ്പോൾ അവർ ഉപേക്ഷിച്ചു പോകുന്നത് കാടും മലയും മാത്രമല്ല, തങ്ങളുടെ അഹംഭാവം കൂടിയാണ്. തിരികെ വീട്ടിലെത്തുമ്പോൾ അവർ കൂടെ കൊണ്ടുവരുന്നത് ആ യാത്ര നൽകിയ പാഠങ്ങളാണ്. ലാളിത്യം, വിനയം, സമചിത്തത, സഹാനുഭൂതി. അവരുടെ ജീവിതം തന്നെ അതോടെ മാറുന്നു എന്ന് പറയാം. അതെ. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ്. ഈ കഠിനമായ യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? പുറത്തുള്ളൊരു ദൈവത്തെ കാണാനാണോ? അതോ 41 ദിവസത്തെ കഠിനവ്രതത്തിലൂടെയും കാനനയാത്രയിലൂടെയും സ്വന്തം വ്യക്തിത്വത്തിന്റെ ഭാഗമായ കോപവും അഹംഭാവവും ആഗ്രഹങ്ങളും ഒന്നൊന്നായി ഉപേക്ഷിച്ച് ഉള്ളിലുള്ള ഈശ്വരനെ കണ്ടെത്താനാണോ? ഒരു ആത്മപരിശോധന. അതെ. ഈ യാത്ര ചെയ്യാതെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്തരമൊരു ആത്മപരിശോധനയ്ക്ക് സ്ഥാനമുണ്ടോ? ചിന്തിക്കേണ്ട ഒന്നാണിത്.